ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പാണ്, ഒരു കോട്ടൺ ടോപ്പ്, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ചുരിദാറിൻ്റെ ബാക്കി തുണിയാണ് സത്യം പറഞ്ഞാൽ. ഞാനിത് വെച്ച് ബാക്കി തുണി വെച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്തൊരു ടോപ്പ് വയ്ക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് അധികം നീളം വീതിയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3/4 മീറ്ററോളൊക്കെ മാക്സിമം കാണുള്ളൂ. ഞാനിപ്പോൾ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ട് അപ്പോൾ എനിക്കിത് 22 ഇഞ്ചിൽ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ടോപ്പ് വയ്ക്കാൻ ഇതൊക്കെ ധാരാളം. അപ്പോൾ ഞാനിതൊന്ന് രണ്ടാക്കി ഒന്നുകൂടി മടക്കി, അപ്പോൾ നമുക്ക് 4ആക്കി ഇത് ഫോൾഡ് ചെയ്ത് കിട്ടി. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അളവ് നോക്കാം. അതിൻ്റെ ഓപ്പൺ സൈഡ് ഫോൾഡർ സൈഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരു 1/2 ഇഞ്ച് അതിന് നമുക്ക് മാർക്ക് ചെയ്തിട്ടാലോ. അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് നോക്കാം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ പിടിച്ച് ടേപ്പ് പിടിച്ചിട്ട് ഞാൻ താഴേക്ക് ഒന്ന് ലെങ്ത്ത് നോക്കുകയാണേ. അപ്പോൾ ഞാൻ ഓർത്തു തുണി ഇത്ര ഉണ്ടല്ലോ, ആവശ്യത്തിന് ലെങ്ത്ത് അങ്ങ് വെച്ചേക്കാം. ഒരു 22 ഇഞ്ചിൽ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ 21 ഇഞ്ച് കിട്ടും. നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാനാവും. അപ്പോൾ അതങ്ങോട്ട് മാർക്ക് ചെയ്തു, സ്കെയിലുകൊണ്ട് അങ്ങോട്ട് വരച്ചിട്ടു. ഇനി നമുക്ക് ഷോൾഡറിലേക്കാണ് നേരെ പോകാൻ വേണ്ടി പോകുന്നത്. ഷോൾഡർ ഒരു 6 ഇഞ്ചാണ്, ഞാനൊരു 6 ഇഞ്ച് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ്സ് ആയതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മടക്കി അടിക്കാനൊക്കെ കുറച്ച് വേണ്ടി വരും. അപ്പോൾ 6.5 എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റമല്ലോ. അപ്പോൾ 6 വെച്ചു. അവിടെ നിന്ന് പിടിച്ചിട്ട് താഴേക്ക് ആം ഹോൾ അങ്ങ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ആം ഹോൾ ഞാൻ 6 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ, അധികം ഇറക്കി കൊടുക്കുന്നില്ല, സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു കോളം വരച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വരച്ച് കൊടുത്തു. ഇനി നോർമലായിട്ട് നമ്മൾ ചുരിദാറിനൊക്കെ മാർക്ക് ചെയ്യില്ലേ, അതുപോലെ തന്നെ ആണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇനി ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാനൊരു 1.5 ഇഞ്ചിലാണ് കേട്ടോ കർവ് ചെയ്യാൻ വേണ്ടി വരച്ച് കൊടുക്കുന്നത്. സാധാരണ ടോപ്പിനാകുമ്പോൾ 1 ഇഞ്ച് കൊടുക്കാറുള്ളൂ, 1.5 ഇഞ്ച് കൊടുത്തു. ഇനി ചെസ്റ്റ് ഞാനൊരു 9 ഇഞ്ച്, നോർമൽ നമ്മുടെ ചുരിദാറിൻ്റെ പോലെ തന്നെ ഒരു 2 ഇഞ്ച് സിമ്പിൾ ആഡ് ചെയ്ത് കൊടുത്തു. അത്ര ആവശ്യമില്ല, എന്നാലും കിടക്കട്ടെ. പിന്നെ ഷേപ്പിൻ്റെ ഭാഗം ഒരു 13 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് അവിടെ വിട്ട് ഞാൻ അധികം ഇത് സ്ലിം ഫിറ്റ് ആയിട്ടല്ല ചെയ്യുന്നത്, എന്നാലും ഞാൻ എൻ്റെ ടോപ്പിൻ്റെ അളവ് തന്നെ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കൊടുത്തു. ഇനി താഴത്തെ വിട്ട് അത് നമ്മളധികം ഷേപ്പ് ചെയ്തെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു 15 ഇഞ്ചിൽ അങ്ങോട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സ്ലിം ഫിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യട്ടെ. ഞാനിപ്പോൾ അങ്ങനെ അധികം സ്ലിം ഫിറ്റ് ആക്കുന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ മാർക്ക് ചെയ്ത് വരയിലിട്ട് വരക്കാത്തതെന്ന്. അതെന്ന് വെച്ചാൽ ഞാനേ വരച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, വരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ അധികം സ്ലിം ആക്കണ്ടല്ലോ എന്ന്, ഇത്തിരി ലൂസിൽ കിടന്നോട്ടേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് വരച്ചത്. കാരണം ഇത് പലാസ ടോപ്പൊക്കെ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് അധികം ഫിറ്റ് വേണ്ട, ഒരു ജീൻസിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ ഒരു മോഡൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് രണ്ടാക്കി മാറ്റിയിട്ടു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇത് കണ്ടോ, ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട്, അപ്പോൾ അതും കുഴിച്ചു വെട്ടി കഴിഞ്ഞു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ സിമ്പിൾ പരിപാടിയിലാണ് ഇത് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. 1/2 മണിക്കൂറത്തെ കാര്യമുള്ളൂ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ നെക്ക് വിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ലെങ്ത്ത് തന്നെ ഞാൻ താഴേക്കും കൊടുത്തു. 3 ഇഞ്ച് ലെങ്ത്ത്, 2 സൈഡ് 3 തന്നെ. എന്നിട്ട് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കി അതിലിട്ട് റൗണ്ട് വരച്ചു കൊടുത്തു. അതെന്ന് വെച്ചാൽ ഒരു റൗണ്ട് നെക്കാണ് നമ്മൾ വരക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ നെക്കല്ലേ, നമ്മൾ അധികം ഇറക്കി മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ആ ഒരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്ലീവ്ലെസ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നെക്ക് ഇത്തിരി കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലല്ലോ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഞാനത് കയറ്റി വെക്കാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ 3 ഇഞ്ചിൽ നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ കാര്യം തീരുമാനമായി. ഇനി നമ്മൾ ബാക്ക് നെക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് കയറിയിരിക്കുമ്പോഴത്തേക്കല്ലേ നമ്മൾ ബാക്ക് നെക്കും കൂടി കയറ്റി വെച്ചാലുണ്ടല്ലോ പിന്നെ പണിയാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ തലങ്ങടി കയറത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കട്ടിങ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. സിബ് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഇതിപ്പോൾ കാഷ്വൽ ടോപ്പ് ആയതുകൊണ്ട് ഞാൻ സിബൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഒരു ഹോളിട്ടൊരു ബട്ടൺ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഞാൻ 3 ഇഞ്ച്, 2-ന് 3 ഇഞ്ച് തന്നെ കൊടുത്തിന്. അവർ തമ്മിലൊരു പിണക്കം വേണ്ട, 2-ന് 3 ഇഞ്ച് തന്നെ കൊടുത്തിട്ടോ. എന്നിട്ട് നമുക്ക് താഴെ അപ്പോൾ മാർക്ക് ചെയ്യണമല്ലോ, ഞാൻ ആലോചിക്കുകയാണ് എന്തോരം മാർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അതിനകത്ത് ഒരു 3 ഇഞ്ച് അകലത്തിൽ ഇറക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ നെക്കും കൂടെ അങ്ങോട്ട് മുറിക്കാൻ പോവാണ്. അപ്പോൾ അതുകൂടെ അങ്ങനെ മുറിച്ച് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ താഴത്തെ ഭാഗം കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഒരു കട്ട് പീസ് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ പണി അങ്ങനെ എളുപ്പത്തിൽ കഴിയുമല്ലോ. അങ്ങനെ ഞാനൊരു കട്ട് പീസ് എടുത്ത് ഇവിടെ വെച്ചു. ഇപ്പോൾ നമ്മൾ ഈ കട്ട് പീസ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും ഒരു 1-1.5 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ, ലെങ്ത്ത് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും. ഞാനൊരു കട്ട് പീസ് താഴെ എടുത്ത് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത നെക്കിൻ്റെ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഇനി താഴേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 3 ഇഞ്ച് അകലത്തിലാണ് ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ 3 ഇഞ്ച് പിടിച്ചെടുക്കുകയാണ് ഞാൻ. പിടിച്ചെടുത്തിട്ട് ഞാൻ 3 ഇഞ്ച് വേണം 4 ഇഞ്ച് വേണം ആലോചിക്കുകയാണ് കേട്ടോ. അതാണ് ഇത്തിരി ഇവിടെ സ്ലോ അടിക്കുന്നത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു 3 ഇഞ്ച് തന്നെ മതി. അങ്ങനെ 3 ഇഞ്ചിൽ ഇതേ ഒരു കട്ടിങ് കൊടുത്തു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ബാക്ക് നെക്കിൻ്റെ കട്ടിങ് പീസ് കിട്ടി. ഇതിപ്പോൾ ഇത്രയും വിട്ട് ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പീസ് വെച്ച് ഞാൻ അങ്ങനെ എളുപ്പമാർക്കത്തിന് അങ്ങനെ ചെയ്തതാണ്. ഇത്തിരി മടി പിടിച്ച് ചെയ്യാനിട്ടത്, അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എടുത്ത് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് ചെയ്തില്ലല്ലോ, ബാക്ക് നെക്ക് എടുത്തപ്പോഴല്ലേ കയറി ഓർത്തത്. അപ്പോൾ ഫ്രണ്ട് നെക്കിനും ചെയ്തില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഓൾറെഡി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു അടിയിൽ വെക്കുന്ന പീസ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ
ചടപടന്ന് വേഗത്തിൽ ചെയ്ത് എടുത്താണ് ഈ ഒരു ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യാൻ വിട്ടുപോയി. അതാണ് യഥാർത്ഥത്തിൽ സത്യം. അപ്പോൾ അതുകൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്കിന് വേറെ ഒന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് ഒരു 3 ഇഞ്ചിലിങ്ങനെ കട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്തെടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഷോൾഡർ സ്ലോപ്പ് ഇട്ടില്ല. അപ്പോൾ സ്ലീവ്ലെസ് വെക്കുന്നുണ്ട്, നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പൊന്തിക്കും. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനും ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഒരു സൈഡിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത സൈഡിനും കൂടെ ഈ സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്രയും വിട്ട് വേണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ എടുക്കുന്ന നെക്കിനേക്കാളും ഒരു 1-1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഈ താഴത്തെ പീസ്, കട്ടിങ് പീസ് എടുത്ത് കൊടുത്താൽ മതി. പിന്നെ നെക്ക് 3 ഇഞ്ച് വിട്ടാണ് എടുക്കണമെങ്കിൽ ഒരു 4-5 വിട്ടുള്ള തുണി താഴെ ഇങ്ങനെ അടയാളപ്പെടുത്താൻ ഇട്ട് കൊടുത്ത്, അടയാളപ്പെടുത്താനല്ല, ഇങ്ങനെ ഒരു കട്ടിങ് പീസ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ നല്ല ഫാസ്റ്റിലാണല്ലോ ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ ഞാൻ മറ്റേത് മീതയിൽ കയറ്റി വെച്ചിട്ട് ഷോൾഡർ സ്ലോപ്പ് രണ്ടിനും ഒരേപോലെ ഇട്ട് കൊടുക്കുകയാണ്. അത് കണ്ടോ, ആ ഒരു ഹോളിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ് അവിടെ വെട്ടിയിട്ട് ആ കുഴിഞ്ഞിരുന്ന് വെച്ചത്. അപ്പോൾ രണ്ടിനും നമുക്ക് താഴെ വെച്ചെടുക്കാനുള്ള പീസ് റെഡി ആയി. ഇത് അങ്ങോട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ബാക്ക് പീസിന് ഇത് കണ്ട വിട്ട് കൂടുതലായതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് മുറിച്ചങ്ങോട്ട് മാറ്റി. ഇനി നമ്മൾ ഇതങ്ങ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിനെ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ ഇതിങ്ങനെ വെച്ചടിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിടാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്നല്ല, ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫാസ്റ്റായിട്ട് ഇട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ തുടക്കക്കാരായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൂടെ കൊടുക്കണം കേട്ടോ. ചെറിയ ചെറിയ കട്ടിങ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. വേണ്ടി കുഞ്ഞി കത്രി വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഞാൻ പുതിയതായിട്ട് വാങ്ങിയ കത്രിയാണ്. അതിലുള്ളൂ, പക്ഷേ കട്ടിങ് നല്ല സൂപ്പറാണ്. തുണി ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നൂല് കട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ ഇങ്ങനെ തുണി വരെ നന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതപ്പോൾ അങ്ങനെ തിരിച്ചെടുത്ത് എന്നിട്ടൊന്ന് പതിച്ചടിക്കുക. അതിൻ്റെ അറ്റത്ത് കൂടി ഇട്ടടിക്കില്ലേ, അങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ പറ്റിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് കോട്ടൻ്റെ തുണി ആയതുകൊണ്ട് നല്ല അടിച്ചെടുക്കാനുണ്ട്, നല്ല സുഖമാണ്. അപ്പോൾ അതിൻ്റെ അടുക്കത്തെ കൊണ്ട് ഒരു ഉറുമ്പ് ഇങ്ങനെ താളം തട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് പോകുന്നില്ല കേട്ടോ. ഏറ്റവും ദിവസം അതങ്ങ് ഓടിപ്പോയി. അപ്പോൾ നമ്മൾ ഇവിടെ അടിച്ചും കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇവിടെ അടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ബാക്കി ഭാഗം ഉണ്ടല്ലോ, അതായത് ബാക്കിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഭാഗം അതങ്ങ് മടക്കി അടിക്കണം. അപ്പോൾ അത് ഞാനൊന്ന് കുറച്ച് കട്ടിക്ക് ഇങ്ങനെ മടക്കി അടിക്കാൻ പോകണം. അതായത് നമ്മുടെ നെക്കിന് ഇത്തിരി അവിടെ മടക്കി പോലൊക്കെ മാറും. അങ്ങനെ ഇത് കട്ടിക്കാണ് മടക്കി അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചില നെക്കുകൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ക്യാൻവാസ് വെക്കാത്തതുകൊണ്ട് ഇങ്ങനെ മടങ്ങി പോകാനുള്ള സാധ്യത, മടങ്ങി വെച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കില്ല, ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ടിക്കാണ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതെല്ലാം കട്ടിക്ക് തന്നെ ഇങ്ങനെ മടക്കി അങ്ങോട്ട് ഇരിക്കട്ടെ, ഏതെങ്കിലും തുണിയും വേണ്ടല്ലോ, അങ്ങോട്ട് അതും ചെയ്തു. ഒന്നിനൊരു കുറവാർത്തുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ബാക്കിലെ നെക്കും ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ചെറിയൊരു കട്ടിങ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ അതിന് ഇതേ ഒരു ചെറിയ ലൂപ്പ് എടുക്കണം. കാരണം നമ്മളൊരു ഇതാണെങ്കിൽ ബട്ടൺസ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ലൂപ്പ് ഞാൻ ഉണ്ടാക്കുകയാണ്. പക്ഷേ അത് ഞാൻ നല്ല നേരിയതായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണെങ്കിൽ നിവർന്ന് പോവുകയും ചെയ്യണം. കോട്ടൺ തുണി ആയതുകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ കിട്ടണമല്ല. ഞാനിപ്പം നിവരെന്ന് പറഞ്ഞാണ് അതിരിക്കണത്. ഞാനൊരു കണക്കിന് അതിനെ പിടിച്ച് മെരുക്കി എടുത്ത് എന്നിട്ടതൊന്ന് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അങ്ങനെ അതിനെ അടിച്ച് ഞാനതിനെ എല്ലാം പതിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട്, പക്ഷേ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ വെച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെയും നമ്മളിത് ബാക്കിലിങ്ങനെ നല്ല വശം രണ്ടും ബാക്കിലല്ല കേട്ടോ, നല്ല വശം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് പീസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കട്ടിങ് കൊടുത്ത ഭാഗത്ത് ഇതേ കണ്ടോ ഈ ലൂപ്പ് വെച്ച് കൊടുക്കണം. ഈ ലൂപ്പ് അങ്ങനെ വെച്ച് കൊടുത്താൽ ശരിയാകുമെന്ന് ഞാൻ അറിയണം. അങ്ങനെയല്ല കേട്ടോ, ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ. ഉള്ളിൽ ലൂപ്പ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന രീതിയിൽ കണ്ടോ, ഇത് ഇങ്ങനെ കണ്ടോ, ഞാൻ എൻ്റെ വിരലെടുത്ത് കാണിച്ചു തരാം. ഇത് അങ്ങനെ വരുന്ന രീതിയിൽ ആ മൂലഭാഗത്ത് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ സൈഡ് ആ ലൂപ്പ് കയറ്റാനായിട്ട് ചെറിയൊരു ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതിയാകും. അവിടെ നല്ല ഡിസൈനുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഈ ഭാഗമൊന്ന് ആ വി പൊലിക്കുന്ന ഭാഗമൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പണി കഴിയും. എന്നിട്ട് നമുക്കത് തിരിച്ചടിച്ചാൽ മാത്രം മതിയാവും.
കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ ഇത് അടിച്ചെടുക്കാനായിട്ട് നല്ല സുഖമുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിൽ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ആലോചിക്കുമ്പോൾ സ്റ്റിച്ചിങ് ഇത്ര സിമ്പിളാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം എന്ന് വെച്ചാൽ അടിച്ചെടുക്കാനായിട്ട് നല്ല രസമാണ്. ഇത് അടിച്ചെടുത്ത് തിരിച്ചെടുത്തപ്പോൾ കണ്ടോ ആ ലൂപ്പ് നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ സ്ലിപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാകും. ഷോൾഡറൊക്കെ അടിച്ചെടുക്കുമ്പോൾ എന്തായാലും 2 തവണ അടിച്ചെടുക്കാൻ മറക്കരുതേ. അപ്പോൾ അതങ്ങനെ അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഷോൾഡർ ഇവിടെ അടിച്ചെടുത്തു. ഇപ്പം നമുക്ക് സ്ലീവ്സ് വെക്കണ്ട. അപ്പോൾ നമ്മളുടെ അത്രയും പണി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഒരു കട്ട് പീസ് എടുത്തിട്ട്, കട്ട് പീസല്ല നമ്മളൊരു ക്രോസ് പീസ് എടുത്തിട്ട് അത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുണ്ടോ അങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ക്രോസ് പീസ് ഒരു 1 ഇഞ്ചിലെ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അധികം വിടുത്തൊന്നും വേണ്ട. അധികം വിടുത്തുണ്ടെങ്കിൽ അവിടെ നമ്മൾ മടക്കി അടിക്കുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര കട്ടിക്കിരിക്കും. അപ്പോൾ ഒരു 1 ഇഞ്ചിൽ മതിയാകും. 1 ഇഞ്ചിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ ക്രോസ് പീസിൻ്റെ ഇങ്ങനെ വളവുകളനുസരിച്ച് നമ്മൾ വളച്ച് കൊടുക്കരുത്. നമ്മളുടെ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു വളവുണ്ടല്ലോ അതനുസരിച്ച് വേണം നമ്മൾ ക്രോസ് പീസ് വേണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്കും നല്ല ബോറായി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മൾ സ്ലീവ്സിൻ്റെ വളവ് എങ്ങനെയാണോ അതനുസരിച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തിരിച്ച് കൊടുത്ത് വേണം ക്രോസ് പീസ് എപ്പോഴും അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. ഉള്ളിലേക്ക് മടക്കിയിട്ട് കണ്ടോ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വിട്ടിലിങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനെ കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ പരിപാടിയെ കഴിഞ്ഞു. എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണത്. അപ്പോൾ ഞാനിത് ബാക്കിയുള്ള ഭാഗം കൂടി അടിച്ച് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഞാനപ്പോൾ ഈ ഒരു തുണിയിൽ തന്നെ ഒരു കോഡ് സെറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ചുരിദാറിൻ്റെ വീഡിയോ, ഒരു പാൻറ്റിൻ്റെ വീഡിയോ. പാൻറ്റ് ഒരു പലാസോ പാൻറ്റാണ്. അപ്പോൾ എനിക്ക് ആ പലാസോ പാൻറ്റിന് ഈ ടോപ്പ് വെച്ച് എനിക്ക് ഇടാനും പറ്റും. അപ്പോൾ ആ പാൻറ്റിൻ്റെയൊക്കെ വീഡിയോ കാണാത്തവർ അതുകൂടി ഒന്ന് കാണാം കേട്ടോ. ഇതിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അടിച്ചെടുത്ത് നമുക്കത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സൈഡ് അടിക്കാനും ഇനി താഴെ മടക്കി അടിക്കാനും കൊണ്ടുള്ളൂ. അത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പ് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് അരമണിക്കൂർ, ഞാൻ 1 അരമണിക്കൂറിലെടുത്ത് ചെയ്ത ഒരു ടോപ്പാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി കൂടി ടൈം എടുക്കുന്നു എന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ, കറക്റ്റ് ഒരു അരമണിക്കൂർ വേണ്ട ടപ്പൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കണ്ടോ സ്ലീവ്സ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതെനിക്ക് അടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു തുണി ആയതുകൊണ്ട്, കോട്ടൺ തുണി ആയതുകൊണ്ട്, നല്ല സോഫ്റ്റ് തുണി ആയതുകൊണ്ട് അടിക്കാനും നല്ല രസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് സൈഡ് അടിച്ചെടുക്കാം. സൈഡ് ഓൾറെഡി നമ്മൾ അളവുകളൊക്കെ നേരത്തെ മാർക്ക് ചെയ്തുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി അളവുകളൊന്നും പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ അളവുകളനുസരിച്ച് നിങ്ങളുടെ ഫിറ്റിംഗ് അനുസരിച്ച് ഇട്ട് നോക്കിയിട്ട് ആ ഫിറ്റിംഗ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ഫിറ്റായിട്ടോ അല്ലെങ്കിൽ സ്ലിം ഫിറ്റായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ആ ഒരു മോഡലിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി സൈഡും കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. താങ്ക് യു.